ഹലോ നമസ്കാരം. മാലിദ്വീപ് സ്കൂളുകളിലേക്കുള്ള ടീച്ചേഴ്സ് ഇൻ്റർവ്യൂയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അടുത്ത ജനുവരി ഫസ്റ്റ് വീക്കിലാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. ഓൾറെഡി അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അവർക്കറിയാം ഇതിൻ്റെ പ്രൊസീജിയറും അതേപോലെ ഈ ഇൻ്റർവ്യൂ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ ഇൻ്റർവ്യൂ സാധാരണ രീതിയിൽ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവാറ്. ആ സമയത്ത് എല്ലാ സബ്ജക്റ്റുകൾക്കും ഉണ്ടാവും. ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് 10-12 സബ്ജക്റ്റുകൾക്കാണ് അവർ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 വിഷയങ്ങളാണ്. അതായത് മെയിനായിട്ട് കെമിസ്ട്രി, ഫിസിക്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ബിടെക്, ഹോസ്പിറ്റാലിറ്റി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഹെൽത്ത് ആൻഡ് പി, അതുപോലെ ആർട്ട് ആൻഡ് ഡിസൈൻ, ക്രിയേറ്റീവ് ആർട്ട്, ഇത്രയും സബ്ജക്റ്റുകൾക്കാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ മീൻസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന വിഷയത്തിലെ ബന്ധപ്പെട്ട ഡിഗ്രി. ഇപ്പോൾ കെമിസ്ട്രിയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അവർക്ക് കെമിസ്ട്രിയിലുള്ള ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേപോലെ എക്കണോമിക്സിലാണെങ്കിൽ എക്കണോമിക്സിലെ ഡിഗ്രി ഉണ്ടായിരിക്കണം. അപ്പോൾ ബി എഡ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ബി എഡ് മാൻഡാറ്ററി അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലെ ഓരോ വിഷയങ്ങളും, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഓരോ വിഷയങ്ങൾ, അതേപോലെ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ട ഡോക്യുമെൻറ്റ്സ്, അതുപോലെ ഇൻ്റർവ്യൂ രീതി, അതുപോലെ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിതിൽ ഈ പ്രാവശ്യം വിളിച്ച സബ്ജക്റ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡിഗ്രിയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത. അപ്പോൾ ഓരോ സബ്ജക്റ്റും നമുക്ക് നോക്കാം. അപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ 9, 10, 11, 12 ക്ലാസ്സിലാണ് പഠിപ്പിക്കേണ്ടി വരിക. അത് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത കെമിസ്ട്രിയിലുള്ള ഡിഗ്രിയാണ്. അല്ലെങ്കിൽ MSc കെമിസ്ട്രിക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ബി എഡ് ഇമ്പോർട്ടൻ്റ് അല്ല. അതേപോലെ ഫിസിക്സും അതേ രീതിയിൽ തന്നെയാണ്, അതേ ക്ലാസ്സുകൾ തന്നെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളത്. പിന്നെ സയൻസാണ്. സയൻസ് എന്ന് പറയുമ്പം 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടി വരിക. അപ്പോൾ ആർക്കാണ് സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സയൻസ് വിഷയത്തിൽ കഴിഞ്ഞവർക്ക്, ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പഠിപ്പിക്കാനുണ്ടാവുക ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഈ 3 സബ്ജക്റ്റിൻ്റെയും ബേസിക്സ് ആണ് ഈ ഇത്രയും ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ളത്. അപ്പം കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കും ഇത് പഠിപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയാണ് മറ്റൊന്ന് സോഷ്യൽ സ്റ്റഡീസാണ്. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സബ്ജക്റ്റ് ഇപ്പം BA എക്കണോമിക്സ് ആണെങ്കിൽ നിങ്ങൾ എക്കണോമിക്സിന് അപ്ലൈ ചെയ്യുക, സോഷ്യൽ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യരുത്. അതേപോലെ ഹിസ്റ്ററിക്കാർ എന്ത് ചെയ്യുക, ഹിസ്റ്ററിക്ക് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊന്നും അല്ലാത്ത സബ്ജക്റ്റിൽ ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും. ഉദാഹരണത്തിന് ഇസ്ലാമിക് സ്റ്റഡീസ്, അല്ലെങ്കിൽ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഇത്തരം വിഷയം കഴിഞ്ഞവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ സോഷ്യൽ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ പിന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജോഗ്രഫിയും ഹിസ്റ്ററിയും 11, 12 ക്ലാസ്സിലാണ് പഠിപ്പിക്കേണ്ടി വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോഷ്യൽ സ്റ്റഡീസ് 8ാം ക്ലാസ് വരെയാണ്. അതേപോലെ എക്കണോമിക്സ് 9, 10, 11, 12 ക്ലാസ്സുകളിൽ. അതുപോലെ ബിടെക് എന്ന് പറഞ്ഞ കോഴ്സ് പറഞ്ഞാൽ ബിടെക് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോഴ്സ് പോലത്തെ ഒരു കോഴ്സാണ്. സ്കൂളിൽ വരുന്ന പഠിക്കാനൊക്കെ കുറച്ച് മോശമുള്ള കുട്ടികളെ അവരെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണ്. അതിൽ മെയിനായിട്ട് ട്രാവൽ ആൻഡ് ടൂറിസം, അതായത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പഠിപ്പിക്കേണ്ടി വരിക. മാത്രമല്ല കൂടുതലും അസൈൻമെൻറ്റ് വർക്കുകളാണ്. ഈ റിസോർട്ട് വിസിറ്റ് അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് വിസിറ്റ്, അവിടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് അവരെ നേരിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഈ ബിടെക് ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യാൻ ഈ MBAക്കാർക്ക് BBA അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ടീച്ചിങ്ങിൽ നമുക്ക് ഏത് വിഷയങ്ങളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും നമുക്ക് ടീച്ചിങ്ങിൽ നല്ലൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം, അതിന് നമ്മൾ ഫിറ്റായിരിക്കണം എന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റൊന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷനാണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞവർക്കും അതോടൊപ്പം സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ BEd കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞാൽ മാത്രം ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ BEd അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സ് കഴിയണം. സൈക്കോളജി അതായത് സൈക്കോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്കൂളുകളിലും 5ാം ക്ലാസ്സൊക്കെ വരെയുള്ള കുട്ടികൾ, പഠന വൈകല്യമുള്ള കുട്ടികളെ വളരെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും, വളരെ കുറഞ്ഞ കുട്ടികളുണ്ടാവുള്ളൂ. അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപ്പോയിൻമെൻറ്റ്. പിന്നെ സൈക്കോളജിയാണ്. പിന്നെ ഹെൽത്ത് ആൻഡ് പി 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ സ്പോർട്സ് അറിയാലോ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. പിന്നെ ആർട്ട് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതേപോലെ ക്രിയേറ്റീവ് ആർട്ട്, ഈ 2 സബ്ജക്റ്റുകൾക്കും അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ BFA ആണ്, ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്. മുകളിൽ ഞാൻ പറഞ്ഞ ഹെൽത്ത് ആൻഡ് പീക്ക് BP.Ed, ഏതെങ്കിലും 3 വർഷത്തെ ഈ BP.Ed കോഴ്സ് കഴിഞ്ഞാൽ മതി. ആർട്ട് ആൻഡ് ഡിസൈൻ, ക്രിയേറ്റീവ് ആർട്ട് ഈ സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ നിർബന്ധമായിട്ട് എന്തെങ്കിലും BFA കോഴ്സ് ചെയ്യണം. അപ്പോൾ ഈ 2 സബ്ജക്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, ക്രിയേറ്റീവ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ക്ലാസ് വരെയുള്ള, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചിത്രം വരെയും അതുപോലെ കട്ടിങ്ങും ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്രിയേറ്റീവ് ആർട്ട്. ആർട്ട് ആൻഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ അത് 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. അതിൽ അവർക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മെയിനായിട്ട് ഫാഷൻ ഡിസൈൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്, 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ. അപ്പോൾ ഇത്രയുമാണ് സബ്ജക്റ്റുകൾ. പിന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഡിഗ്രി ആണ് ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത. പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട്, അതേപോലെ നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതേപോലെ പിന്നെ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഈ 3 ഡോക്യുമെൻറ്റ്സും നിർബന്ധമായിട്ട് കയ്യിലുള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പാസ്പോർട്ട് ഇല്ല, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂടുതലും പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ പാസ്പോർട്ട് ഇല്ലാത്തവർ പെട്ടെന്ന് പാസ്പോർട്ട് എടുത്ത് വെക്കുക, അടുത്ത ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെയേറെ ശ്രദ്ധിക്കുക. ഈ ജോബ് ആപ്ലിക്കേഷൻ ഫോമിൽ ഈ ലിങ്കിൽ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ആയവർക്ക് മാത്രമാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നവരെല്ലാവരെയും അവർ പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാറില്ല. പിന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ക്രൈറ്റീരിയ പലരും ചോദിക്കാറുണ്ട്. അത് വ്യക്തമായിട്ട് കറക്റ്റായിട്ട് അവർ പറയാറില്ല. ഓരോ കാൻഡിഡേറ്റിനും റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തതെന്ന് അവർ പറയാറില്ല. അപ്പോൾ പ്രധാനമായിട്ട് അത് റിജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ, ഒന്ന് അത് പ്രോപ്പറായിട്ട് അതിൽ ഡീറ്റെയിൽസ് കൊടുക്കാത്തത് കൊണ്ട്, മറ്റൊന്ന് പിന്നെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ മൂലം കൊണ്ടും റിജക്റ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഗൂഗിൾ ഫോം അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മുടെ ഹയർ ക്വാളിഫിക്കേഷനോ ഒന്നുമല്ല. ആ ഒരു ഗൂഗിൾ ഫോം ആരാണോ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ളത് അവരെയാണ് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പ്രാവശ്യം ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ സെൻറ്ററിലേക്ക് വരുന്നു. സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇതേപോലെയുള്ള വൈറ്റ് ബോർഡ്, ക്യാമറ, ഹെഡ്സെറ്റ് എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവിടെ ഉണ്ടാവും. നിങ്ങളെ പേര് വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ സീറ്റിൽ വന്ന് ഇരിക്കുന്നു, എന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടും ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതേപോലെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം അവർ പാസ്പോർട്ട് കാണിക്കാൻ പറയും, എന്നിട്ട് അത് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇൻ്റർവ്യൂവിലേക്ക് അവർ എൻട്രി ചെയ്യുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഇത് എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുകയെന്ന് ചോദിക്കാറുണ്ട്. ഇൻ്റർവ്യൂവിൽ ഏകദേശം 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയൊക്കെ എടുക്കാറുണ്ട് ചില കാൻഡിഡേറ്റ്സിനെ. ചില സമയങ്ങളിൽ പെട്ടെന്ന് ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ മെയിനായിട്ട് അവർ ചെക്ക് ചെയ്യാറ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ സബ്ജക്റ്റ് നോളജ്, അതുപോലെ നമ്മുടെ ടെക്നോളജിക്കലി നമ്മുടെ അറിവുകൾ, അതുപോലെ കുട്ടികളുടെ സൈക്കോളജിക്കലി ആയിട്ടുള്ള നമ്മുടെ നോളജ്, ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യാറുള്ളത്. ഏറ്റവും 90% സബ്ജക്റ്റ് നോളജാണ്, അതായത് സിലബസിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ആവുന്ന സമയത്ത് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ സാധാരണ ഗ്രൂപ്പിൽ അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സിലബസ് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ സിമ്പിളായിട്ട് പാസ്സാവുന്നതാണ്. പിന്നെ ഇൻ്റർവ്യൂ പാസ്സാവുക എന്നുള്ളതല്ല, ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാലും മാലിയിൽ എത്തിക്കഴിഞ്ഞ് സ്കൂളിൽ നല്ല രീതിക്ക് നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പലപ്പോഴും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കുറേ ടീച്ചേഴ്സിനൊക്കെ പലപ്പോഴും ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. അത് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് ടീച്ചിങ് ലെവൽ വളരെ പൂറായതുകൊണ്ടാണ്. നല്ല ടീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അധ്യാപകരെ അവർ ആരെയും പറഞ്ഞു വിടാറില്ല. ഇനി നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മുടെ ടീച്ചിങ്ങിലുള്ള നമ്മുടെ എബിലിറ്റി വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ടെക്നോളജിക്കലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവർ ചോദിക്കും. അതായത് ഗൂഗിൾ ഫോം, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം, അതുപോലെ ഈ ടെക്നോളജി നമുക്ക് എങ്ങനെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഓരോ കുട്ടികളുമായി ബന്ധപ്പെട്ട ഓരോ സിനാരിയോ ഒക്കെ പറഞ്ഞുകൊണ്ട് അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക. ഇപ്പോൾ ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ ഫൈറ്റ് ചെയ്യുന്നു, അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യങ്ങളുള്ളൂ. പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് അവർ ചോദിക്കാറുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടീച്ചിങ് സ്റ്റൈല്, ടീച്ചിങ് സ്ട്രാറ്റജി എന്താണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഒരു ക്ലാസ് ഡെമോൺസ്ട്രേഷൻ എടുക്കാൻ പറയും. അപ്പോൾ അത് സബ്ജക്റ്റ് പലപ്പോഴും അവർ തരും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിപ്പിക്കാം ആ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ
ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർ ഒരു ടോപ്പിക് എന്ത് ചെയ്യും, ഡെമോക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ഷനാണ്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ ഇതെല്ലാം എന്താ പറയുക, മിനിസ്ട്രിയാണ് ചെയ്യാറ്. ഇതിൻ്റെ സെലക്ഷന്, ഷോർട്ട് ലിസ്റ്റിങ്, അതേപോലെ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുക, വിസ ഇഷ്യൂ ചെയ്യുക, എല്ലാം മിനിസ്ട്രിയാണ്. അപ്പോൾ സെലക്ഷൻ നമ്മുടെ PSC ലിസ്റ്റ് പോലെയാണ് അവർ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഈ ഇൻ്റർവ്യൂവിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയവർ എന്ത് ചെയ്യും, 1ാം റാങ്ക് 2ാം റാങ്ക് അങ്ങനെയുള്ള ഇതിലിങ്ങനെ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേക്കൻസി വരുന്ന സമയത്ത് അവർ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഉടനെ തന്നെ ചിലർക്ക് എന്ത് ചെയ്യും, ഓഫർ ലെറ്റർ വരും. അതേപോലെ കുറച്ച് പേർക്ക് എന്ത് ചെയ്യും, കുറേ പേര് വെയിറ്റിങ്ങിലുണ്ടാവും. അവരെ ടൈം ആവുന്നവരെ ഈ ലിസ്റ്റിന് എന്തെങ്കിലും കാലാവധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് വരെ ആ ലിസ്റ്റ് വാലിഡാണ്. ചില ആൾക്കാർക്ക് അപ്പോൾ എത്ര സമയം വരെ എടുക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതായത് ഇൻ്റർവ്യൂ സെലക്ഷൻ ലിസ്റ്റ് വന്ന മുതൽ ഏകദേശം 1 വർഷം വരെയൊക്കെ എടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ അതിലും കൂടാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ജോബിനൊന്നും റിസൈൻ ചെയ്യേണ്ട കാര്യമില്ല. അത് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് മാത്രം റിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ അത് റിസൈൻ ചെയ്തിട്ട് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നാൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് ജോബ് ഇല്ലാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, സെലക്ഷൻ കിട്ടിയവർക്ക് ഓഫർ ലെറ്റർ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഏത് സാഹചര്യത്തിലാണെങ്കിലും പോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക. കാരണം ആ സമയത്ത് നിങ്ങൾ വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ അവസരം അവിടെ നഷ്ടപ്പെടും. പിന്നെ അത് അടുത്ത കാൻഡിഡേറ്റിന് കൊടുക്കും. പിന്നെ നമ്മുടെ സൗകര്യത്തിന്, അല്ലെങ്കിൽ നമുക്ക് വില്ലിങ് ആവുന്ന സമയത്ത് പിന്നീട് വരാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഇൻ്റർവ്യൂയുടെ പ്രൊസീജിയർ. ആദ്യം നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. പിന്നീട് ഷോർട്ട് ലിസ്റ്റ് വരുന്നു. ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് എന്ത് ചെയ്യുന്നു, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു.